all of you, welcome to iFor Education. So we are in another video. So എല്ലാവരും CSER UGC Net Life Science June 2026 എക്സാമിന്റെ ഒരു പ്രിപ്പറേഷന്റെ തിരക്കിലായിരിക്കും അല്ലേ? സോ ഇവൻ ദോ നമുക്ക് ഇതുവരെ CSERന്റെ ഒരു ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസ് ഒന്നും ഔട്ട് ചെയ്തിട്ടില്ല. വി വർ എക്സ്പെക്ടിങ് മോർ. ഈ വരുന്ന ദിവസങ്ങളിൽ റീസെന്റ് ആയിട്ട് ഇന്നോ നാളെയോ ആയിട്ട് നമ്മൾ CSER UGC Net June 26ന്റെ ഒരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ CSER UGC നെറ്റ് ജൂൺ 2026 അതുപോലെ തന്നെ ഡിസംബർ 2026ലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻസ് നടത്തുന്നുണ്ട്. ഓർ വി ആർ ഫോക്കസിങ് ഓൺ ദിസ് ജൂൺ ഓർ ഡിസംബർ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ GRF ട്രാക്ക് എക്സ് ബാച്ചുകളിലേക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. നമ്മളെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ യു ഹാവ് 24 hours റിമോട്ട് സപ്പോർട്ട് ഉണ്ടായിരിക്കും. യു ഓൾസോ ഹാവ് ഡെയിലി അസൈൻമെന്റ്, യു ഹാവ് ദ പോഡ്കാസ്റ്റ്. ഓൾറെഡി GRF മാസ്റ്റർ ആയിട്ടുള്ള അനീസ് സാറിന്റെയും അതുപോലെ തന്നെ GRF നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള മെന്റേഴ്സിന്റെയും അവര് ട്രിപ്സുകൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ CSER ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ടിപ്പുകൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ യു ഹാവ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ അനാലിസിസ് അറിയാൻ വേണ്ടി നിങ്ങളുടെ ഒരു പൊസിഷൻ എവിടെയാണ്, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഹൗ മച്ച് യു ഗെയിൻ ദ നോളജ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ഗ്രോത്ത് റിപ്പോർട്ട് ഡെഫിനറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നമുക്കറിയാം CSER UGC നെറ്റ് ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് ടോപ്പിക്സുകളൊക്കെ തന്നെ നമ്മൾ എക്സ്ട്രാ റെഫറൻസ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. ഐ തിങ്ക് ഒരു 5+ യൂണിറ്റ്സ് ഒക്കെ നമ്മൾ എക്സ്ട്രാ ഒതന്റിക് ബുക്കുകൾ ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കണം. സോ അത്തരത്തിലുള്ള ഒതന്റിക് ബുക്കുകളുടെ ഒരു ടെക്സ്ച്വൽ അനാലിസിസ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഏകദേശം നിങ്ങൾക്ക് ഓരോ ലൈവിനും ശേഷം ലൈവിന്റെ വീഡിയോ റെക്കോർഡിങ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെൽഫ് അസസ്മെന്റ് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ യു ഹാവ് ലേറ്റസ്റ്റ് PYQ ബേസ്ഡ് ബ്ലൂ പ്രിന്റ്. അപ്പൊ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് നടന്നിട്ടുള്ള എക്സാമിന്റെ ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ട് ഏതൊക്കെ പോർഷൻ ആണ് CSER ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബ്ലൂ പ്രിന്റും കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഓൾ ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോ ഇന്നത്തെ നിങ്ങൾ പ്രിപ്പറേഷൻസ് അടിപൊളി ആയിക്കൊണ്ട് തന്നെ CSER പഠിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. GRF ട്രാക്ക് എക്സ് ബാച്ചുകളിലേക്കാണ്. സോ 1 term 2 term 3 term എന്ന് പറയുന്ന X1 X2 X3 ബാച്ചുകളിലേക്കാണ് നമ്മുടെ അഡ്മിഷൻസ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നിങ്ങളൊരു അടിപൊളി കോച്ചിങ് സെന്റർ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ജോയിൻ ടു iFor. സോ കേരള നമ്പർ 1 UGC നെറ്റ് റിസൾട്ടുകളിൽ കേരള നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് iFor എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, യു ക്യാൻ കോണ്ടാക്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫർദർ ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് അറിയാവുന്നതാണ് കേട്ടോ. യെസ്, മാത്രമല്ല നമ്മൾ എക്സ്ക്ലൂസീവ് ഓഫേഴ്സ് നമ്മൾ iForൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്റ്റുഡന്റ് ആണ്, PG ആണ്, ഓർ യു ആർ സ്റ്റുഡന്റ് ഓഫ് BEd ഓർ യു സ്റ്റുഡന്റ് ഓഫ് എനിത്തിങ്. അപ്പോൾ നിങ്ങൾ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് എ 10% ഓഫ്. ആൻഡ് മാത്രമല്ല നിങ്ങളൊരു മദർ ആണ് ആൻഡ് ഓൾസോ യു ആർ ഡ്രീമിംഗ് ഓഫ് CSER UGC GRF or NET, then definitely you can get a 20% ഓഫ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും ആയിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സും ആയിട്ടോ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടാണ് iForലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ഗോട്ട് എ 30% ഓഫ്. ആൻഡ് ഓൾസോ യു ഗോട്ട് അലുമിനി ഓഫ്. ഓൾറെഡി നിങ്ങൾ iForന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, ദെൻ യു ആർ സെക്യൂറിങ് നിങ്ങളുടെ ഒരു അഡീഷണൽ വീണ്ടും പ്രിപ്പറേഷന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ യു ഗെറ്റ് എ 35% ഓഫ്. അപ്പൊ നിങ്ങളുടെ അഡ്മിഷൻസ് താഴെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ സെക്യൂർ ചെയ്യാം. വളരെ കുറച്ച് സീറ്റുകളേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യും. സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്മിഷൻസ് കീപ്പ് ചെയ്യും. യെസ്, അപ്പോ ഇന്ന് നമ്മൾ ബ്ലൂ പ്രിന്റ് ആണ്, അതായത് CSER UGC നെറ്റ് ലൈഫ് സയൻസ് CSER കണ്ടക്ട് ചെയ്യുന്ന ഏകദേശം ഒരു 4 to 5 years ആയിട്ട് CSER നമുക്കറിയാൻ പറ്റും CBT മോഡ് ഓഫ് എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് CSER മാറിയപ്പോൾ മുന്നേ OMRൽ ഉണ്ടായിരുന്ന ഒരു എക്സാമിൽ നിന്നും കുറെ ഒരു ട്രാൻസ്ഫോർമേഷൻ എക്സാമിനും ക്വസ്റ്റ്യൻസ് പാറ്റേൺസിനും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ വൺ ഓഫ് ദ
ചേഞ്ച് എന്ന് പറയുന്നത് അവര് തെരഞ്ഞെടുക്കുന്ന ക്വസ്റ്റ്യന്റെ ഏരിയാസ് ആണ്. നമുക്കറിയാം CSER ലൈഫ് സയൻസിൽ 13 യൂണിറ്റുകളാണ് നമുക്കുള്ളത്. അപ്പൊ ഈ 13 യൂണിറ്റുകളിലും അവര് ഒരുപാട് ഫോക്കസീവ് പോർഷൻസ് ഉണ്ട്. അതായത് ഇപ്പോ ഒരു 4 വർഷങ്ങളായിട്ട് 2020 മുതൽ അല്ലെങ്കിൽ 22 മുതലുള്ള ഒരു ഫാഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഏരിയാസ് ഒക്കെ CSER റിപ്പീറ്റഡ് ആയിട്ട് തന്നെ നമ്മൾ 4 വർഷത്തോളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ റിപ്പീറ്റഡ് പോർഷൻസിനെ നമ്മൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി അതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോ യു ഗൈസ് ഡെഫിനറ്റ്ലി യു ക്യാൻ ക്രാക്ക് CSER. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, CSER ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് CSER ഇപ്പോഴത്തെ 2026 ജൂൺ വരെയുള്ള നമ്മുടെ സിലബസിനകത്ത് വി ഹാവ് 13 യൂണിറ്റ്സ് ആയിട്ട് അല്ലെ 13 യൂണിറ്റുകളാണ് ഉള്ളത്. നമുക്കറിയാം 2016 CSER ലാസ്റ്റ് ആയിട്ട് അവരുടെ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ. ഇനി 2026 ഡിസംബർ മുതലാണ് ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, അപ്ഡേറ്റഡ്, അതായത് 2026 അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അപ്ഡേറ്റഡ് സിലബസ് ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ്, ഡിസംബർ 2026 അപ്പോൾ എന്താണ് ഇതിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്നാണ്. അപ്പോൾ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഒമീഷൻസ് അല്ലെ. ഒരു രീതിക്കും ഓൾറെഡി ഉണ്ടായിരുന്ന 13 യൂണിറ്റിലെ കണ്ടന്റുകൾ അവരെന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 13 യൂണിറ്റുകളുടെ ഈ സിലബസ് നമുക്ക് ബ്ലൂ പ്രിന്റ്സിലാണെങ്കിലും വളരെ റെലവെന്റ് ടോപ്പിക്സുകളാണ്. ഇതൊന്നും തന്നെ അവര് ഒഴിവാക്കിയിട്ടില്ല. ഡെഫിനറ്റ്ലി അവര് ഡിസംബർ 26 മുതൽ നെറ്റ് എക്സാം ആണ് കണ്ടക്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരുന്നത്. അതായത് CSER-ഉം അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി DBTയും കൂടെ ഒരുമിച്ച് നെറ്റ് എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവര് 3 എക്സ്ട്രാ യൂണിറ്റ്സുകൾ അവരെന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം 13 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 14 യൂണിറ്റ് 15 യൂണിറ്റ് ആണ്, കൺഫേംഡ് അല്ല. ഒരു 3 യൂണിറ്റ് ആണ് അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഉണ്ടായിരുന്ന ഒരു യൂണിറ്റ് മറ്റൊരു യൂണിറ്റിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ യൂണിറ്റുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാറ്റങ്ങളെ വന്നിട്ടുള്ളൂ, ഉള്ള കണ്ടന്റ്സ് ഒന്നും അവർ റിമൂവ് ആക്കിയിട്ടില്ല. അങ്ങനെ 13 യൂണിറ്റുകൾ 15 യൂണിറ്റുകളായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള സിലബസ് ഇതുവരെ CSER എക്സ്പോസ് ചെയ്തിട്ടില്ല. പ്രപ്പോസ് ചെയ്തിട്ടുള്ള സിലബസ് ആയിരുന്നു നമുക്ക് ഡിസംബർ 2024 അവർ തന്നിട്ടുണ്ടായിരുന്നത്. പ്രപ്പോസിംഗ് ആണ്. അപ്പൊ അത് അവർ അന്ന് ജസ്റ്റ് പ്രപ്പോസ് ചെയ്തു എന്നേ അറിയുള്ളൂ. ബട്ട് അവര് സിലബസ് അപ്ഡേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നമ്മൾ CSER വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 13 യൂണിറ്റുകളുടെ സിലബസ് ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു 13 യൂണിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ബ്ലൂ പ്രിന്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജൂൺ എക്സാമിലേക്കാണോ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, ഈ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങൾ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളിപ്പോ പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ അല്ലെങ്കിൽ ടെസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതിലുള്ള ഒരു 5 to 7 യൂണിറ്റിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് തന്നെ CSER ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് വൈസ് ആയിട്ടാണ്, നമ്മുടെ സിലബസിലെ യൂണിറ്റ് വൈസ് ആയിട്ടാണ് നമ്മളിവിടെ ബ്ലൂ പ്രിന്റ്സ്, അതായത് നമ്മള് ഓരോ യൂണിറ്റ് നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ ഫസ്റ്റ് യൂണിറ്റ് നമുക്കറിയാം ബയോകെമിസ്ട്രി ആണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. മോളിക്യൂൾസ് ആൻഡ് ദർ ഇന്ററാക്ഷൻ റിലവന്റ് ടു ബയോളജി എന്നാണ് നമ്മുടെ സിലബസിലെ ആ ഒരു ടോപ്പിക് തന്നിട്ടുള്ളത്. സോ ഹിയർ നമ്മള് പോർഷൻസ്, സിലബസിലുള്ള പോർഷൻസിൽ CSER ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഇന്റൻസിറ്റി അനുസരിച്ച് നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്കുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. വി ഹാവ് ഹൈ പ്രിയോറിറ്റി, മീഡിയം പ്രിയോറിറ്റി ആൻഡ് സ്കിപ്പ് പോർഷൻസുകളാണ് ഇതിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഹൈ പ്രിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഹൈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CSER ഈ പറഞ്ഞു ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു 2011 മുതൽ തന്നെ ചോദിക്കുന്ന യൂണിറ്റുകൾ തന്നെയാണ്. എന്നാലും 2022, 2023 ആ ഒരു വർഷങ്ങൾ തൊട്ട് തന്നെ അവര് റിപ്പീറ്റിംഗ് ഒരു പാറ്റേൺ, ബയോകെമിസ്ട്രിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ 2011 മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ആണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ. വേറെ ചില പോർഷൻസുകളാണ് നമുക്ക് ഒരു 4 ഇയർ ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബയോകെമിസ്ട്രി നമുക്കറിയാം അല്ലെ, ഒരു ഹൈ പവർഫുൾ ചാപ്റ്റർ ആണ്. CSER ക്രാക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ
പവർഫുൾ യൂണിറ്റ് ആണ് ആക്ച്വലി എന്ത് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ബേസിക് കൺസെപ്റ്റ് ഓഫ് ലൈഫ് സയൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന യൂണിറ്റ്, ബയോകെമിസ്ട്രിയിൽ തന്നെ ബയോമോളിക്യൂൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമുക്കറിയാം ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബയോമോളിക്യൂൾസ് ഉണ്ട് അല്ലെ. അമിനോ ആസിഡ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, വൈറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, ഇത്രയും ബയോമോളിക്യൂൾസ് ആണ് നമ്മുടെ സിലബസിനകത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ 100% എൻഷുർ ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന 3 ബയോമോളിക്യൂൾസ് ആണ് അമിനോ ആസിഡും പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡും. വൈറ്റമിൻസും കാർബോഹൈഡ്രേറ്റ്സും മേ ബി ഉണ്ടാവാം, അല്ലാതെ ഉണ്ടാവാതിരിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ വൈറ്റമിൻ ഇപ്പൊ കഴിഞ്ഞ ടേമിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഈ ടേമിലേക്ക് ചോദിക്കണമെന്നില്ല. അങ്ങനെ ഒരു മീഡിയം പ്രിയോറിറ്റി ഉള്ളൂ. പക്ഷെ അമിനോ ആസിഡും പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും 100% നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും, ഉറപ്പാണ്. അടുത്തത് നമ്മൾ എൻസൈം കൈനറ്റിക്സ് ആണ് അല്ലെ. ഡെഫിനറ്റ്ലി എൻസൈം കൈനറ്റിക്സ് നമുക്കൊരു ഗ്രാഫ് എന്തായാലും ഉണ്ടാവും, ഒരു എൻസൈം കൈനറ്റിക്സ് റിലേറ്റഡ് പ്രോബ്ലവും നമുക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബയോ എനർജറ്റിക്സ്, അതായത് നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോഎനർജറ്റിക്സ് നമുക്കറിയാം അല്ലെ. മെറ്റബോളിസം പോലെയുള്ള ഏരിയകളിൽ നമുക്ക് ക്രെബ്സ് സൈക്കിൾ ഉണ്ട്, അതുപോലെ തന്നെ വി ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൈക്കിൾസ് ആർ ദെയർ, ബയോഎനർജറ്റിക് സൈക്കിൾസുകൾ ഉണ്ട്. അതുപോലെ തന്നെ രാമചന്ദ്രൻ പ്ലോട്ട് ഉണ്ട്. രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്നത് ആക്ച്വലി പ്രോട്ടീൻസിന്റെ കൺഫോർമേഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ആൻഡ് യു ഹാവ് സെക്കൻഡറി ടേഴ്ഷ്യറി കൺഫോർമേഷൻ ഓഫ് പ്രോട്ടീൻസ്, ആൻഡ് ഓൾസോ യു ഹാവ് DNA അല്ലെ. DNA തന്നെ ADNA, BDNA, ZDNA കൺഫോർമേഷൻസ്, അവരുടെ കമ്പാരിസൺ ടേബിൾ ഒക്കെ CSER 100% ഷുവർ ആണ്. അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് മെറ്റബോളിസം, ഗ്ലൈക്കോലിസിസ് മുതൽ വി ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെറ്റബോളിസം ആർ ദെയർ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് 100% ഷുവർ ചെയ്യുന്നത് ഗ്ലൈക്കോലിസിസും ഗ്ലൂക്കോനിയോജൻസിസും അതുപോലെ തന്നെ ക്രെബ്സ് സൈക്കിളും, ആൻഡ് ഓൾസോ യു ഹാവ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പൊ ഈ ഒരു ഏരിയാസ് ഒക്കെ ആയിരിക്കും നമ്മൾ 100%. അടുത്ത് നമ്മുടെ CSER 45 മാർക്കോളം അവർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്തായാലും 40 മാർക്ക് ഈ പറയുന്ന ഏരിയാസ് നിന്നായിരിക്കും. 100% ഉറപ്പുള്ള കാര്യമാണ് അല്ലെ. മീഡിയം പ്രയോറിറ്റി, അതായത് നമുക്ക് ഒരു 50-50 ചാൻസ് ആയിരിക്കും ഇത് ചോദിക്കാനുണ്ടാവാം. അതായത് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആറ്റം ബോണ്ടിങ്, സ്റ്റെബിലൈസിങ് ഇന്ററാക്ഷൻസ് പൊതുവെ കാണാറുണ്ട്. 50-50 ചാൻസ് ഒരു ടേമിൽ കാണും, പിറ്റത്തെ ടേമിൽ അത് കാണുന്നില്ല. വൈറ്റമിൻസ് അതുപോലെ തന്നെയാണ്. ആൻഡ് ഓൾസോ കാർബോഹൈഡ്രേറ്റ് അല്ലെ, കാർബോഹൈഡ്രേറ്റിന്റെ കാർബോഹൈഡ്രേറ്റ്സിന്റെ സ്ട്രക്ചർ അതുപോലെയാണ്. അതുപോലെ ന്യൂക്ലിയോടൈഡിന്റെ മെറ്റബോളിസം, അമിനോ ആസിഡിന്റെ മെറ്റബോളിസം, അതായത് ഡിഫറെന്റ് അമിനോ ആസിഡുകൾ ഉണ്ട്, എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ ഉണ്ട് നമുക്ക്. അപ്പോൾ അമിനോ ആസിഡുകളുടെയൊക്കെ മെറ്റബോളിസം ഇതുപോലെ തന്നെ അവര് മേ ബി ചോദിക്കാം, ചോദിക്കാതിരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ലിപ്പിഡ് അല്ലെ, ലിപ്പിഡ് എന്ന് പറയുന്നത് മറ്റൊരു ബയോമോളിക്യൂൾ ആണ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മേ ബി ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. അതുപോലെ തന്നെ ലിപ്പിഡിന്റെ മെറ്റബോളിസം CSER ചോദിക്കുന്നതാണ്, അതും മീഡിയം പ്രയോറിറ്റി. ഞാനിവിടെ ലിപ്പിഡ് എന്ന് കൊടുത്തിട്ടുള്ളത് ആക്ച്വലി അത് മെറ്റബോളിസം റിലേറ്റഡ് ആണ്. നമുക്കറിയാം ആൽഫ ഓക്സിഡേഷൻ, ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ്സുകൾ ഉണ്ട്, അതാണ് ലിപ്പിഡിന്റെ മെറ്റബോളിസം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അറൌണ്ട് ഒരു 15 ഇയേഴ്സിൽ നമുക്കൊരു 6+ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ട്. അപ്പൊ ചോദിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒരുവിധവും ചോദിക്കാത്ത അല്ലെങ്കിൽ വളരെ മൈന്യൂട്ട് എമൗണ്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുള്ള ഏരിയ ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. ഈ പോർഷൻസ് വായിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല, നമ്മുടെ ടൈം ഒരുപാട് ഒഴിവാക്കുന്ന പോലെയാണ്. ഇപ്പൊ തെർമോഡൈനാമിക്സിന് മോസ്റ്റ്ലി നമുക്ക് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്, ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് വളരെ കുറവാണ്. അതുപോലെ ലിപ്പിഡിന്റെ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ മൈന്യൂട്ട് എമൗണ്ടേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് നമ്മൾ ഒരുപാട് ടൈം കൊടുക്കരുത്. കാരണം ഇതിന്റെ ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു 10% to 20% മാത്രമാണ് ഈ ഒരു ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത, സ്കിപ്പ് എന്ന് പറയുന്ന പോർഷൻ. അപ്പൊ സ്കിപ്പ് പോർഷനിൽ വന്നിട്ടുള്ള പോർഷൻസ് നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക, നമ്മുടെ പ്രിപ്പറേഷനെ അത് ഒരുപാട് ബാധിക്കും. അപ്പോൾ ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ഷുവർ ആണ്. ഇതാവുമ്പോൾ 50 to 70 to 90%, 50 to 70 or 90% ഒക്കെ സാധ്യതയുള്ളതാണ് മീഡിയം പ്രയോറിറ്റി. സ്കിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒഴിവാക്കുക. വി നോട്ട് അറ്റ് ഓൾ സ്റ്റഡി അബൌട്ട് ദാറ്റ് പോർഷൻ. യെസ്. അപ്പോൾ ബയോകെമിസ്ട്രിയിൽ നിങ്ങൾ ഈ ഒരു ഏരിയ കൂടുതൽ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് നമുക്ക് ഇനി ഒരു 2 മാസം കൂടി ആയിരിക്കും, മോസ്റ്റ്ലി ജൂലൈയിലായിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മോസ്റ്റ്ലി ഫോക്കസ് ചെയ്യുന്നത്
ഈ ഹൈ പ്രയോറിറ്റി പോർഷൻസിലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അറൌണ്ട് 35 to 40 മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഹൈ പ്രയോറിറ്റി പോർഷൻ പഠിച്ചാൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ടുള്ളത് സെൽ ബയോളജി ആണ് അല്ലെ. അപ്പൊ സെൽ ബയോളജിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിന്റെ സ്ട്രക്ചർ വേണം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. ഇത്രയും ഏരിയാസ് CSER 100% ചോദിച്ചിട്ടുള്ളതാണ്. പ്രോട്ടീൻ ടാർഗറ്റിംഗ് ഇസ് 100% പോർഷൻ. അതായത് ഡിഫറെന്റ് ഓർഗനല്ല ട്രാഫിക്കിങ്ങും പഠിക്കാനുണ്ട്, അതുപോലെ വെസിക്കുലർ ട്രാഫിക്കിംഗ് ഓഫ് പ്രോട്ടീൻ ടാർഗറ്റിംഗ് നമുക്ക് 100% ചോദിക്കും. സെൽ സൈക്കിളും അതിന്റെ റെഗുലേഷൻ, സെൽ സൈക്കിൾ ഇവന്റ് ചോദിക്കാറുണ്ട്, അതിന്റെ റെഗുലേഷൻ മെക്കാനിസംസും ചോദിക്കാറുണ്ട്. പിന്നെ ഓവറോൾ ന്യൂക്ലിയസിനകത്തുള്ള ജീനോം, DNA-യുടെ ഓർഗനൈസേഷൻ ആണ്. DNA-യുടെ സ്ട്രക്ചേഴ്സ്, റീജിയൻസ്, ഹൗ ദേ ആർ റെഗുലേറ്റഡ്, അങ്ങനെ അതുപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റിപ്പീറ്റഡ് സീക്വൻസസ്, ഇങ്ങനെയുള്ള ഒരുപാട് ഏരിയാസ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ട്രാൻസ്പോസോൺസ്, എലമെന്റ്സ്, ലൈക്ക് ദാറ്റ്. അപ്പോൾ സെൽ ബയോളജിയിൽ നമ്മൾ ഈ ഒരു പോർഷൻസിൽ നല്ലപോലെ ഫോക്കസ് ചെയ്താൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് 35 മാർക്ക്. ഉറപ്പാ, ഒരു സംശയം വേണ്ട, 35 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അതിൽ സൈറ്റോസ്കെലിറ്റൻ ആണെങ്കിലും ഓർഗനൽസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ ആണെങ്കിലും നമുക്കൊരു 50% ചാൻസേ ഉള്ളൂ. എല്ലാ വർഷവും ചോദിക്കാറില്ല, ചില വർഷങ്ങളിൽ നമ്മൾ അത് ചോദിക്കുന്നത് കാണാമെന്നുള്ളത് കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഫണ്ടമെന്റൽ പ്രോസസ് ആണ്. ആക്ച്വലി ആദ്യമേ മനസ്സിലാക്കാം, മൂന്നാമത്തെ ഫണ്ടമെന്റൽ പ്രോസസ് അഥവാ നമ്മൾ മോൾ ബയോ എന്ന് വിളിക്കുന്ന ഈ ഒരു യൂണിറ്റ്സിനകത്ത് വി ഡോണ്ട് ഹാവ് എനി പോർഷൻ ടു സ്കിപ്പ്. ഓക്കെ, നമുക്ക് CSER-ന്റെ ഒരു സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 100%ഓളം പഠിക്കേണ്ട, അല്ലെങ്കിൽ 80 മുതൽ 90% നമ്മൾ പഠിക്കേണ്ട ഒരു യൂണിറ്റ് ആണ് ഈ ഒരു ഫണ്ടമെന്റൽ പ്രോസസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇതിനകത്ത് 4 ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. The first one is replication, second one is transcription, third one is translation, and the fourth one is gene regulation, and also repair is there. അപ്പൊ ഈ ഒരു 4 യൂണിറ്റ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാനില്ല എന്നുള്ളതാണ്. എങ്കിൽ കൂടെ വലിയ ബൾക്കായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, നമുക്കറിയാം അല്ലെ. അപ്പൊ ബൾക്കായിട്ടുള്ള യൂണിറ്റില് നമുക്ക് നമ്മുടെ ഒരു 35 to 40 അല്ല 35 to 38 മാർക്കൊക്കെ നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു റീജിയൻസ് ആണ് ഇത്. അതായത് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ ഫുൾ ആയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് അതായത് നമുക്കറിയാം പ്രൊകാരിയോട്ടിക്, യൂകാരിയോട്ടിക്, ഓർഗനല്ല റെപ്ലിക്കേഷൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് വാട്ട് ഇസ് ഫേജ്, വൈറൽ റെപ്ലിക്കേഷൻ മെക്കാനിസം ഉണ്ട്. അപ്പൊ ആ ഒരു കംപ്ലീറ്റ് മെക്കാനിസം എന്തായാലും എൻഷുർഡ് ആണ്. റെപ്ലിക്കേഷൻ ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. ട്രാൻസ്ക്രിപ്ഷന്റെ ഇനീഷ്യേഷൻ പോർഷൻ ആണ്, അത് പ്രൊകാരിയോട്ടിക് ആണെങ്കിലും യൂകാരിയോട്ടിക് ആണെങ്കിലും. ഓൾസോ യു ഹാവ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മെത്തേഡ്സ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൈപ്പ് ഓഫ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതായത് വി ഹാവ് ക്യാപ്പിംഗ്, ടെയിലിംഗ്, അതുപോലെ തന്നെ we have splicing mechanism, splicing and cissplicing, transsplicing ഉണ്ട്. ആൻഡ് ഓൾസോ അതിൽ തന്നെ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സ്പ്ലൈസിംഗ് ഉണ്ട് അല്ലെ, മ്യൂച്വൽ എക്സ്ക്ലൂസീവ് സ്പ്ലൈസിങ്ങുകൾ ഉണ്ട്. അപ്പൊ ആ ഒരു മെക്കാനിസംസ് എല്ലാം നമ്മൾ ഇവിടെ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഓൾസോ യു ഗൈസ് യു ഹാവ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പോൾ വി വാണ്ട് ടു ഫോക്കസിംഗ് ഓൺ റിക്വയർമെന്റ് ഓഫ് ട്രാൻസ്ലേഷൻ. ദാറ്റ് ഈസ് വാട്ട് ആർ ദി മേജർ റിക്വയർമെന്റ് ഫോർ ട്രാൻസ്ലേഷൻ, then what are the initiation factors which occur in translation, and also what are the major antibiotics which are inhibiting translation and also transcription. And you also have bacterial, viral and eukaryotic gene regulation. അപ്പോൾ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് ഫോക്കസീവ് ആയിട്ടുള്ള ഹൈ പ്രയോറിറ്റൈസ്ഡ് റീജിയൻ എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ഇലോങ്ങേഷൻ ചോദിച്ചിട്ടുണ്ട്, ബട്ട് ദാറ്റ്സ് എ വെരി ലിറ്റിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ. ആൻഡ് ട്രാൻസ്ലേഷൻ ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ ചേഞ്ചസും അതുപോലെ തന്നെയാണ് മേ ബി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. When we are focusing on 4th unit, cell signaling and immunology, we want to avoid that we don't have any portion to skip here also. ഇവിടെ നമ്മൾ സിഗ്നലിംഗ് പാത്വേസ്, കംപ്ലീറ്റ് സിഗ്നലിംഗ് പാത്വേസ് വേണം. അതായത് സെല്ലിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന റീസൺ ആയിട്ട് വരുന്ന സ്മോൾ സിഗ്നലിംഗ് പാത്വേസും അതുപോലെ തന്നെ സെല്ലുലർ പ്രോഗ്രഷൻ, സെൽ സൈക്കിൾ, ലോങ് ടേം ആയിട്ടൊക്കെ നിലനിൽക്കുന്ന സെൽ സിഗ്നലിംഗ് പാത്വേസ് ഉണ്ടായിരിക്കും. അതും നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഓൾസോ വി ഹാവ് സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ. സെൽസുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ് സെൽ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അതിനകത്ത് നമ്മൾ ഡിഫറെന്റ് ജംഗ്ഷൻസുകളും എക്സ്ട്രാ മാട്രിസസ്, മാട്രിക്സ് റീജിയൻസ്,
and beta catenin, different type of communication materials നമ്മളവിടെ പഠിക്കുന്നുണ്ട്. And also we have cancer, properties of cancer, how the cancer were detecting, what are the technologies used to cancer, like that. അതാണ് നമ്മൾ cancer biology എന്ന് പറയുന്നത്. And also we have apoptosis. Apoptosis is one of the major portion. And also we have 100% assured question from this region. And also we have immunology. Immunology ഇവിടെ കാണുന്ന പോലെ ചെറിയൊരു സബ്ജക്റ്റ് അല്ല. Actually immunology എന്ന് പറയുന്നത് തന്നെ it's a very wide ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. We have basic ആയിട്ടുള്ള host pathogen interaction മുതൽ വളരെ ഡീപ്പായിട്ട് നമ്മൾ ആന്റിജൻ, ആന്റിബോഡി, MHC കോംപ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു 4ാമത്തെ യൂണിറ്റ് നമ്മൾ ഒരു 100% എന്ന രീതിയിൽ പഠിക്കേണ്ട യൂണിറ്റുകളാണ്. The 5th one is developmental biology. നമുക്കറിയാം ഡെവലപ്മെന്റൽ ബയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റ് ഡെവലപ്മെന്റൽ ബയോളജി പഠിക്കാനുണ്ട്, ആനിമൽസിന്റെ ഡെവലപ്മെന്റൽ ബയോളജി പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം മോസ്റ്റ്ലി ഒരു 40 മാർക്കിന്റെ ഉള്ളിലാണ് ഈ ഒരു റീജിയനിൽ 42, 43 മാർക്കൊക്കെയാണ് DB ചോദിക്കാറുള്ളത്, 44 മാർക്കൊക്കെ. അപ്പോ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട എന്താ വെച്ചാല് ഒരു 20 to 24 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആനിമൽ DB വരാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 20 to 22 ഓളം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്ലാന്റ് ഫിസിയോളജിന്ന് വരാറുണ്ട്. അപ്പൊ ഇതിൽ വേരിയൻസ് ഉണ്ടാവും, ഇത് റേഞ്ച് ആണ് ഞാൻ പറയുന്നത്. 20 മുതൽ 24 ചോദ്യങ്ങൾ നമുക്ക് പ്ലാന്റ് ഫിസിയോളജിന്നും പ്ലാന്റ് ഡെവലപ്മെന്റൽ ബയോളജിന്നും, അതുപോലെ പകുതി മാർക്കിന് ആനിമൽ DB ആണ് വരിക. അപ്പോ ആനിമൽ DB ആണെങ്കിലും പ്ലാന്റ് DB ആണെങ്കിലും അതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഒന്ന് ബേസിക്സ് ഓഫ് DB ആണ്. ബേസിക്സ് ഓഫ് DB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക്കേഷൻ, ഡിറ്റർമിനേഷൻ തുടങ്ങിയ ബേസിക് കൺസെപ്റ്റുകൾ ഉണ്ട്. അതുപോലെ ഗ്യാസ്ട്രുലേഷൻ മെക്കാനിസം ഓഫ് ഓർഗാനിസം, പിന്നെ ഇന്റേണൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റ്, ഡ്രോസോഫില, ആംഫീബിയ, അതുപോലെ ടെട്രാപോഡ് ഡെവലപ്മെന്റ്, വൾവൽ ഇൻഡക്ഷൻ, ആൻഡ് വി ഹാവ് റീജനറേഷൻ. ഈ പോർഷൻസ് ഒക്കെ നമ്മൾ ആനിമൽ ഡെവലപ്മെന്റിൽ 100% എൻഷുർഡ് ആണ്. പ്ലാന്റ് ഡെവലപ്മെന്റിൽ എപ്പോഴും ചോദിക്കുന്നത് റൂട്ട്, ഷൂട്ട്, സാം, അതുപോലെ ലാം, റൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം, ഷൂട്ട് എപ്പിക്കൽ മെറിസ്റ്റം റിലേറ്റഡ് ഏരിയ ആണ്. പിന്നെ ഫ്ലവറിന്റെ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്ക് 100% എൻഷുർ ചെയ്ത് പഠിക്കാൻ പറ്റുക. When we are focusing on a medium priority portion, നമുക്ക് മൈക്രോസ്പോറോജെനസിസ്, മെഗാസ്പോറോജെനസിസ്, ഡബിൾ ഫെർട്ടിലൈസേഷൻ, ഇതൊക്കെ നമുക്ക് പ്ലാന്റ്സിൽ കാണുന്ന ഡെവലപ്മെന്റിലാണ്. ആൻഡ് ആനിമൽസിന്റെ കേസിൽ നമുക്ക് സെക്സ് ഡിറ്റർമിനേഷൻ മെക്കാനിസം, ഷിക് ഡെവലപ്മെന്റ്, ഐ ഡെവലപ്മെന്റ്, ആൻഡ് ഓൾസോ മെറ്റാമോർഫോസിസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, we are expecting 50% chance to come. And we have cell aging and senescence mechanism. ഇത് വളരെ കുറഞ്ഞ മൈന്യൂട്ട് എമൗണ്ട് ആണ്. റീസെന്റ് ആയിട്ട് നമ്മൾ കുറഞ്ഞ ക്വസ്റ്റ്യൻസേ കണ്ടിട്ടുള്ളൂ. സോ ആ ഒരു ഏരിയക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതില്ല. പിന്നെ 6th യൂണിറ്റ് ആണ്, അറിയാലോ, പ്ലാന്റ് ഫിസിയോളജി ആണ്. അപ്പൊ പ്ലാന്റ് ഫിസിയോളജി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു 30+ മാർക്ക്, 34+ മാർക്കൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന യൂണിറ്റ് ആണ്. അപ്പൊ 34+ മാർക്കിൽ ഒരു 30+ മാർക്കും ഞാൻ ഈ തന്നിട്ടുള്ള ഹൈ പ്രയോറിറ്റി പോർഷനിൽ നിന്നായിരിക്കും ചോദിക്കുക. ഫോട്ടോസിന്തസിസ്, പ്ലാന്റ് ഹോർമോൺ, സെൻസറി ഫോട്ടോബയോളജി ആൻഡ് ഫോട്ടോ അസിമിലേഷൻ. അപ്പൊ ഇത് ഷുവർ ആണ് അല്ലെ. പ്ലാന്റ് ഹോർമോൺ നമുക്കറിയാം, സി പാർട്ടിലും ബി പാർട്ടിലും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. സെൻസറി ഫോട്ടോബയോളജി അങ്ങനെ തന്നെയാണ്, ക്രിപ്റ്റോകോമും ഫൈറ്റോക്രോം റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉറപ്പായിരിക്കും. ആൻഡ് ഓൾസോ ഫ്ലോ ആൻഡ് ട്രാൻസ്ലോക്കേഷൻ മെക്കാനിസം. ഫോട്ടോ റെസ്പിറേഷൻ, നൈട്രജൻ ആൻഡ് സൾഫർ മെറ്റബോളിസം. സൾഫർ മെറ്റബോളിസം ഒക്കെ റീസെന്റ് 2 വർഷമായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. 2024 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, 25 ജൂണിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു, 25 ഡിസംബറിലും നമുക്ക് സൾഫർ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന്റെ മുന്നേ വരെ നമുക്ക് നൈട്രജൻ മെറ്റബോളിസം ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ബട്ട് നമുക്കത് എക്സ്പെക്ടിങ് ആണ്, എന്നാലും ഉറപ്പിക്കാനും പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ടോപ്പിക്കാണത്. പിന്നെ സൊല്യൂട്ടിന്റെ ട്രാൻസ്പോർട്ട്, വാട്ടർ പൊട്ടൻഷ്യൽ, അങ്ങനെ റിലേറ്റഡ് സൈലം, അസെന്റ് ഓഫ് സാപ്പ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡറി മെറ്റബോളിസം ആണ്, സെക്കൻഡറി മെറ്റബോളൈറ്റ്സുകളാണ്. അതിനകത്ത് നമുക്ക് ഫിനോൾസുകൾ ഉണ്ട്, അരോമാറ്റിക് കോമ്പൗണ്ടുകൾ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സുകളകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. സ്ട്രെസ് ഫിസിയോളജി എന്ന് പറയുന്നത് ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല ആക്ച്വലി. ഓക്കെ, അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ വി ഹാവ് ടു അവോയ്ഡ് ഇറ്റ്.
ദെൻ വി ഹാവ് അനിമൽ ഫിസിയോളജി. നമുക്കറിയാം അനിമൽ ഫിസിയോളജി എന്ന് പറയുന്ന ഒരുപാട് വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഈ ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നമ്മൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് എക്സ്ക്രീറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈനോളജി. ഇത് എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് തെർമോ റെഗുലേഷൻ നമ്മൾ കുറെ കാലമായിട്ട് ഇടയ്ക്കൊക്കെ ഇട്ടിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം ബൾക്കാണ് പഠിക്കാൻ, എങ്കിൽ കൂടെ ഈ ഒരു ഏരിയയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്ട്രെസ് ആൻഡ് അഡാപ്റ്റേഷൻ നമുക്ക് ഒഴിവാക്കാവുന്ന ഒരു ടോപ്പിക്കുമാണ് കേട്ടോ. ഇൻഹെറിറ്റൻസ് ബയോളജി അറിയാലോ, അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ജീൻ മാപ്പിങ്ങും മൈക്രോബിയൽ ജെനറ്റിക്സും ഹ്യൂമൻ ജെനറ്റിക്സും ജീൻ കൺസെപ്റ്റും ആണ് അതിൽ 100% ഷുവർ ആയിട്ട് വരുന്നത്. മെൻഡേലിയൻ, അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിയൻ, ക്രോമസോമൽ ഇൻഹെറിറ്റൻസ്, മ്യൂട്ടേഷൻ, ക്രോമസോമൽ അബറേഷൻ ആൻഡ് റീകോമ്പിനേഷൻ. ഈ പോർഷൻസ് എന്ന് പറഞ്ഞാൽ 50 to 90% ഉണ്ട്. 50 to 90%. ബിക്കോസ് നമുക്ക് ജീൻ മാപ്പിംഗ് തന്നെ നമുക്ക് സി പാർട്ടിലെ 2ൽ കൂടുതൽ ചോദ്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യാം. മൈക്രോബിയൽ ജെനറ്റിക്സ് നമുക്ക് 1 or 2 ഒക്കെ സി പാർട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഹ്യൂമൻ ജെനറ്റിക്സിന് ചിലപ്പോൾ 3 പെഡിഗ്രീസ് ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ സാധാരണ CSER ഇതിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 7 to 9 ക്വസ്റ്റ്യൻസ് ആണ് ജെനറ്റിക്സിന് വരെ. ചില ടേമുകളിൽ 9-10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും, ചില ടേമുകളിൽ 7-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതിൽ എപ്പോഴും സി പാർട്ടിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ പറഞ്ഞ മാപ്പിംഗ് ടെക്നിക്കും മൈക്രോബിയൽ ജെനറ്റിക്സും ഹ്യൂമൻ ജെനറ്റിക്സും ഒക്കെ തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ക്രോമസോമൽ അബറേഷൻ. കാരണം ഇപ്പോ ക്രോമസോമൽ അബറേഷൻ എനിക്ക് തോന്നുന്നു 2022 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നെ ആ ഒരു ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻ വന്ന് കഴിഞ്ഞ ടേമിലായിരുന്നു, ട്രാൻസ്വേർഷൻ റിലേറ്റഡ് ആയിട്ട് 2025. അപ്പൊ അതിനകത്ത് 3 വർഷം ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, മ്യൂട്ടേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ജെനറ്റിക്സ് എന്ന് പറയുന്നത് മേ ബി ബി പാർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. ബട്ട് ആ ഒരു ടോപ്പിക്ക് അത്ര രസമില്ല പഠിക്കാൻ, ഒരുപാട് മാർക്കിന് ചോദിക്കുന്നതല്ല. അതുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 9ാമത്തെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ക്ലാസിഫിക്കേഷനും ടാക്സോണമിയും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ആനിമലിന്റെ ക്ലാസിഫിക്കേഷനും പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷനും 100% നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ എക്കോളജി ആണ് മറ്റൊരു സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ എക്കോളജിക്കകത്ത് നമുക്ക് ഹാബിറ്റാറ്റ് ആൻഡ് നിഷ് കൺസെപ്റ്റ് 100% ഉറപ്പായിട്ട് ചോദിക്കും. പോപ്പുലേഷൻ എക്കോളജി 100% ഷുവർ ആണ്. സ്പീഷ്യസ് ഇന്ററാക്ഷൻ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇന്ററാക്ഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ലോർക്ക-വോൾഡറ മോഡൽ ഓഫ് കോമ്പറ്റീഷൻ. ആൻഡ് വി ഹാവ് succession, different primary and secondary succession mechanism ഉണ്ട്. Also we have behavioral ecology, അതിനകത്ത് കിൻ സെലക്ഷൻ, ആൾട്രോയിസം, ഹാമിൽട്ടൺസ് റൂൾസുകൾ, അതുപോലെ തന്നെ ഇവരുടെ സെക്ഷൽ സെലക്ഷൻ മെക്കാനിസം, കോ എവല്യൂഷൻ ഒക്കെ ഇതിലും എവല്യൂഷനിലും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐലൻഡ് ബയോജിയോഗ്രഫി 100% ഷുവർ ആണ്. എക്കോസിസ്റ്റം റിലേറ്റഡ് ക്വസ്റ്റ്യൻ 100% ഉറപ്പുള്ളതാണ്. അപ്പൊ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ അത് ഓൾട്ടർനേറ്റ് വർഷങ്ങളിലാണ്, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ടേമുകളിലാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുള്ളത്. അതുകൊണ്ടാണ് അതിന് മീഡിയൽ പ്രിയോറിറ്റിയിൽ കൊടുത്തിട്ടില്ല. അപ്ലൈഡ് എക്കോളജി എല്ലാ വർഷവും ചോദിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്യാം. ഒരു വൈഡ് സിലബസും ആണ് ആ ഒരു പോർഷൻ. പിന്നെ 11, 12, 13. 11ാമത്തെ എവല്യൂഷൻ ആണ്. എവല്യൂഷൻ നമുക്ക് ഉറപ്പായിട്ട് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ചോദിക്കും. ഡിഫറെന്റ് ഇയോൺസ്, ഇറ, പീരീഡ്, എപ്പോക്കുകളുള്ള പോർഷൻസ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ചോദിക്കും. മോളിക്കുലർ എവല്യൂഷൻ മെക്കാനിസം, ഫൈലോജനറ്റിക് ട്രീ, ക്ലാഡോഗ്രാം, അങ്ങനെ ക്ലാഡിസ്റ്റിക്സ്, അതിന്റെ സോൾവിങ്, ആ സാധനങ്ങളൊക്കെയാണ് മോളിക്കുലർ എവല്യൂഷനിൽ ചോദിക്കുക. പോപ്പുലേഷൻ ജെനറ്റിക്സ് എന്തായാലും ബി പാർട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇസ് ആ ഒരു സ്പെസിഫിക് തിയറി ബേസ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ജെനറ്റിക്സിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ഫാക്ടേഴ്സ് എഫക്ടിങ് ഇക്വിലിബ്രിയം തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ സ്പീസിയേഷൻ ആണ്, അലോപാത്തിക്, സിംപാത്തിക്, കൺവേർജന്റ് ആൻഡ് ഡൈവേർജന്റ് എവല്യൂഷൻ മെക്കാനിസം ഡെഫിനറ്റ്ലി CAGR ചോദിക്കും കേട്ടോ. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ സെക്ഷൽ സെലക്ഷൻ, കോവല്യൂഷൻ, ആക്ച്വലി ബിഹേവിയറിലും വരാം, എവല്യൂഷനിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. അപ്പോ ഇവിടെ നമുക്ക് എമർജൻസ്, അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്, ഡാർവീനിയന് അങ്ങനെയുള്ള കുറച്ച് ലോസ് ഒക്കെ ഉണ്ട്, ലാമാർക്ക്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് എവല്യൂഷണറി തോട്ട്സുകൾ നമുക്കിവിടെ ഒഴിവാക്കാം.
പിന്നെ അപ്ലൈഡ് ബയോളജി ആണുള്ളത്. അപ്ലൈഡ് ബയോളജി എന്ന് പറയുമ്പോൾ അതിനകത്ത് മൈക്രോബിയൽ ഫെർമെന്റേഷനും ബയോ സെൻസേഴ്സും ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതിൽ തന്നെ മാർക്ക് റെസിസ്റ്റഡ് സെലക്ഷൻ റിലേറ്റഡ് പോർഷൻ ഒക്കെയാണ്. വളരെ കുറഞ്ഞ മാർക്കിന് ചോദിക്കാറുള്ളൂ കേട്ടോ. ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 10 മുതൽ 12 മാർക്കിനൊക്കെ ചോദിക്കുന്ന യൂണിറ്റ് ആണ് 12th യൂണിറ്റ്. അപ്പൊ അതില് 10-12 മാർക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ഏരിയസ് ആയിരിക്കും ചോദിക്കുക. ബയോ റെമഡിയേഷൻ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ടേമുകളിൽ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു വർഷമൊക്കെ ഇടയിൽ സ്കിപ്പ് ഇട്ട് വരുന്ന ഏരിയ ആണ് ഫൈറ്റോ റെമഡിയേഷൻ. അതുപോലെ തന്നെ ഈ പോർഷൻ കേട്ടോ, ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാർക്ക് റെസിസ്റ്റഡ് സെലക്ഷനും ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ 13th യൂണിറ്റ് അറിയാം. ഫുൾ ടെക്നോളജി ഉണ്ട്. ലൈഫ് സയൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സ്കീമിലുള്ള ഏത് പ്ലാറ്റ്ഫോമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളും നമ്മൾ ഈ ഒരു 13ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ റീകോമ്പിനന്റ് DNA ടെക്നോളജി റിലേറ്റഡ് ആണ്. അതുപോലെ ഹിസ്റ്റോ കെമിക്കൽ ഇമ്മ്യൂണോ ടെക്നിക് റിലേറ്റഡ് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അത് ഡിഫറെന്റ് യൂണിറ്റും ആയിട്ട് കേട്ടോ. അപ്പൊ ഇത് ഒറ്റയ്ക്ക് ഇത് മാത്രമല്ല, നമുക്ക് യൂണിറ്റ് 1, 2, 3, 4, 5 എന്ന് പറയുന്ന യൂണിറ്റുകള് ആ ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു RDNA ടെക്നോളജി ആണെങ്കിലും ഹിസ്റ്റോ കെമിക്കൽ ടെക്നിക്ക് ആണെങ്കിലും ഇമ്മ്യൂണോ ടെക്നിക്കുകളൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ടാവാം. പിന്നെ റേഡിയോ ലേബലിംഗ് ഒക്കെ ഈ രീതിയിൽ തന്നെ ഇന്റർ റിലേറ്റഡ് ആണ്. മറ്റ് യൂണിറ്റും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാം. മൈക്രോസ്കോപ്പിക് ടെക്നിക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ബയോഫിസിക്കൽ മെത്തേഡ്സും അതുപോലെ തന്നെ മറ്റ് യൂണിറ്റ്സും ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബയോകെമിസ്ട്രി പോർഷനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് ചോദിക്കുക. അതില് സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇലക്ട്രോഫിസിക്കൽ മെത്തേഡ്, പെറ്റ് സ്കാനിങ് ടെക്നിക്ക്, റേഡിയോ ഇമേജിംഗ്, ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ ടെക്നിക്സ് ഉണ്ടല്ലോ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവാണ്. ഇതോടെ 4 മാർക്കും കൂടെ ഇല്ല. അത്രയും 2 മാർക്കിന്റെ ഒക്കെ ഇടയിൽ ചോദിക്കുന്ന ഒരു ഏരിയാസ് ആണ് ഈ ഒരു പോർഷൻ. അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ഓവറോൾ നമ്മുടെ 13 യൂണിറ്റിന്റെ സിലബസിൽ ഞാൻ ഈ തന്നിട്ടുള്ള പോർഷൻസ് തന്നെ നിങ്ങൾക്ക് കവറപ്പ് ചെയ്ത് കഴിഞ്ഞാൽ JRF എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഏരിയയിൽ JRFന്റെ മാർക്കിലേക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പോർഷൻസ് തന്നെയാണ് നമ്മൾ കോറായിട്ട് നമ്മുടെ ഇപ്പോൾ വരുന്ന ട്രാക്ക് ബാച്ചുകൾ ഉണ്ടല്ലോ, ഇനി വരുന്ന ട്രാക്ക് ബാച്ചുകളിലൊക്കെ നമ്മൾ ഈ ജൂൺ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഡെഫിനറ്റ്ലി ഈ ഒരു കോർ പോർഷൻസ് അവരെ പഠിപ്പിച്ചിട്ട് അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ഔട്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ പരീക്ഷയിലേക്ക് പോവുക. അപ്പൊ ഇതിന്റെ ഒക്കെ ക്വിക്ക് നോട്ട്സ് അവൈലബിൾ ആണ്. എല്ലാം സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനും ആ പരീക്ഷയിലേക്ക് നമുക്ക് ഇപ്പൊ ഒരു എക്സാം ഡേറ്റ് വന്നിട്ടില്ല, ആപ്ലിക്കേഷൻ വന്നിട്ടില്ല, എങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 60 ഡേയ്സോളം പരീക്ഷയ്ക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഒരു 40 to 60 ഡേയ്സ് കിട്ടുകയാണെങ്കിൽ ഈ ഹൈ പ്രിയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് CSIR ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, JRFലേക്ക് തന്നെ നമ്മൾ എപ്പോഴും JRFലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട സേഫ് ആയിട്ടുള്ള മാർക്ക് 120 മാർക്കാണ്. ആ 120 മാർക്ക്, അതായത് ഇഫ് യു ആർ എ ജനറൽ കാറ്റഗറി അല്ലെ, ജനറൽ കാറ്റഗറിക്ക് സേഫസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 120 ആണ്. ഈവൻ ദോ നമ്മുടെ മാക്സിമം സ്കോർ വന്നിട്ടുള്ളത് 110 ആണ്. ആൻഡ് OBG കാറ്റഗറിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സേഫസ്റ്റ് സോൺ 100 മാർക്കാണ്. അപ്പോൾ ആ 100 മാർക്ക് മതി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് JRF എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യം ഒട്ടും ദൂരെയല്ല. നമ്മുടെ ബ്ലൂ പ്രിന്റ് ബേസ് ചെയ്തിട്ട് ഹൈ പ്രിയോറിറ്റൈസ്ഡ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് ഹൈ പ്രിയോറിറ്റൈസ്ഡ് പോർഷൻസിനെ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ JRF 100% നിങ്ങൾക്ക് എൻഷുർ ചെയ്യാം എന്നുള്ളതാണ്. സോ യു ഗൈസ് ഡെഫിനറ്റ്ലി നമ്മുടെ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫ്രീ ഗൈഡൻസ് ആണ്, അല്ലെങ്കിൽ ലൈഫ് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രീ ഗൈഡൻസ്, ഫ്രീ സ്റ്റഡീസ്, ഫ്രീ ക്ലാസ്സസ്, പോൾ ക്വസ്റ്റ്യൻസ്, എക്സാം നോട്ടിഫിക്കേഷൻസ്, ഫ്രീ ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് വിതൗട്ട് എനി കൈൻഡ് ഓഫ് പേയ്മെന്റ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ജോയിൻ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻസ് സെക്യൂർ ചെയ്യാനാണ് എന്ന് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു QRI കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സാപ്പ് ലിങ്ക്, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആയിരിക്കും. സോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലിങ്കിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് യു ക്യാൻ സ്റ്റാർട്ട് യുവർ CSIR UGC preparation definitely with I4. You can ensure your JRF. Thank you so much. സോ ഇന്നത്തെ ലൈവ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കട്ടയ്ക്ക് നിൽക്കുന്ന കുറെ ശങ്കകൾ ഉണ്ടാവും അല്ലെ,
ഇതേപോലെ CSER ഒരു ഡ്രീമായി കൊണ്ട് നടക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ആൻഡ് ഓൾസോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് സൈനിങ് ഓഫ് ഫർസാന. താങ്ക് യു.